ഹലോ, എല്ലാവർക്കും അമ്മൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയിട്ടോ സെയിൽ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരുപാട് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട്. തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ 25 വെറൈറ്റീസ് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാവേ. ഇവിടെ ഫ്ലവർ പിക്കും കൊടുക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ റേറ്റും പറയുന്നുണ്ട്. ചിലതിൻ്റെ റേറ്റ് പറയൂല, റേറ്റ് പറയാത്ത ഒരു ഐറ്റമും ഉണ്ടാവും തോന്നുള്ളൂ. അപ്പോൾ ആ റേറ്റ് പറയാത്തതിൻ്റെ റേറ്റ് അറിയാനായിട്ട് ഇവിടെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, വിളിക്കുന്നത് ഒഴിവാക്കണേ. ഞാൻ ജോലി ചെയ്യുന്ന ആളും കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓഫീസിൽ കോൾസൊന്നും അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കരുത്, വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ചോളൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര തിരക്കായിരിക്കും ഓഫീസിൽ, എന്നാലും ലേറ്റായിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തരാണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വെറൈറ്റി ഒരു പുതിയ വെറൈറ്റിയാണ്. T44 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഫ്ലവർ പിക്കൊക്കെ ഇവിടെ സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 ട്യൂബേഴ്സാണ് ഉള്ളത്. ഇതിൻ്റെ റേറ്റ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത വെറൈറ്റി റാണി റെഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പഴയ കുറച്ച് വെറൈറ്റീസാണ്. നമുക്ക് എന്നും പൂക്കൾ തന്നുകൊണ്ടിരുന്ന വെറൈറ്റീസാണ് പഴയ വെറൈറ്റീസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ പുതിയ വെറൈറ്റീസ് പലതും നമ്മൾ നട്ടുവയ്ക്കും, അത് ഫ്ലവർ ചെയ്യില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പഴയ വെറൈറ്റീസാണ് കൂടുതലുള്ളത് കേട്ടോ. പുതിയ വെറൈറ്റീസ് ഉണ്ട്, പക്ഷെ പഴയതാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ റാണി റെഡാണ് നമ്മുടെ അടുത്ത വെറൈറ്റി. റാണി റെഡിൻ്റെ 3 ട്യൂബേഴ്സാണ് ഉള്ളത്. റേറ്റ് 150യുടെ 2ഉം 200ൻ്റെ 1ഉമാണ് കേട്ടോ ഉള്ളത്. അടുത്തത് അശ്വതി. ഇതിൻ്റെ ട്യൂബർ റേറ്റ് 150, 200. അതേപോലെ D1ൻ്റെ ട്യൂബർ റേറ്റ് 100 മുതലാണ് സ്റ്റാർട്ടിങ്. 100, 150, 200, 250. അടുത്തത് കാവേരി. നല്ല വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. ആദ്യം മുതലേ ഞാൻ തുടങ്ങിയ ആ ടൈമിലൊക്കെ കാവേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നല്ല വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്, ഒരുപാട് ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ്. ഒട്ടുമിക്കതും ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം നല്ല പോലെ ഫ്ലവറിങ് ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ കാവേരിയുടെ ട്യൂബർ റേറ്റ് 80 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 80, 100, 130, 150, 200. ഇതിൻ്റെ ട്യൂബറൊക്കെ 200ൻ്റെ ട്യൂബറൊക്കെ നല്ല 500ൻ്റെ വലിപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ. അത്ര നല്ല വലിയ വലിയ ട്യൂബേഴ്സാണ് ഇതിനൊക്കെ കിട്ടുക. പിന്നെ അടുത്ത വെറൈറ്റി മഹിമയുടെ ട്യൂബർ റേറ്റ് 100, 150, 180, 200. അതുപോലെ തന്നെ നല്ല ഒരു സുന്ദരിയാണ് നമ്മുടെ സഹസ്രാർ എന്ന് പറയുന്ന വെറൈറ്റി. സഹസ്രാറിൻ്റെ ട്യൂബർ ഉണ്ട്. അപ്പോൾ ട്യൂബർ റേറ്റ് 120, 150, 200 ഇത്രയാണ്. പിന്നെ അടുത്തത് സട്ടാ ബൊങ്കോട്ട് നമുക്ക് നമ്മളെക്കാളും ഹൈറ്റിൽ പോയി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ്. എല്ലാവർക്കും അറിയാം, പഴയ വെറൈറ്റീസ് ഏകദേശം നമുക്ക് പേര് മറക്കാൻ വഴിയില്ല, അത്രയും നല്ല വെറൈറ്റീസാണ്. അപ്പോൾ സട്ടാ ബൊങ്കോട്ടിൻ്റെ 2 യമണ്ടൻ ട്യൂബേഴ്സാണ് ഉള്ളത്. ട്യൂബർ റേറ്റ് 150, 200. നിങ്ങൾക്ക് ആ ട്യൂബർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ട്യൂബറിൻ്റെ പിക്ക് നമ്മൾ പേഴ്സണലായിട്ട് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. കാര്യം എനിക്ക് ജോലി ഉള്ളതിൻ്റെ ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ്, സമയക്കുറവ് കൊണ്ട് തന്നെയാണ് ട്യൂബർ കാണിച്ചിട്ടുള്ള വീഡിയോ എടുക്കാൻ പകൽ നമുക്ക് സമയമില്ലാത്തത്. അപ്പോൾ അത് ദയവായി ക്ഷമിക്കുക കേട്ടോ. നമുക്ക് ട്യൂബറിൻ്റെ പിക്ക് ചോദിച്ച ഉടനെ ഞാനത് ഇട്ട് തരും. ഓക്കെ, പിന്നെ അടുത്ത വെറൈറ്റി മിഥില ഒരു നല്ലൊരു പുതിയൊരു വെറൈറ്റിയാണ്. മിഥിലയുടെ ട്യൂബർ റേറ്റ് 150, 180, 200. വഡ്സാന, ഇതിൻ്റെ ട്യൂബർ റേറ്റ് 200. അരുണിമ, ട്യൂബർ റേറ്റ് 150, 200. പിന്നെ യെല്ലോ പിയോണി, മഞ്ഞ കളറിലെ ആമ്പൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ പുതിയതായി ഇറങ്ങുന്ന ഒട്ടുമിക്ക താമര വെറൈറ്റീസും മഞ്ഞ കളറാണ്. പക്ഷേ നമ്മുടെ പഴയ വെറൈറ്റി പോലെ ഫ്ലവർ തരുന്നില്ല. അതുകൊണ്ട് യെല്ലോ പിയോണി നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്ന പേരാണ്. യെല്ലോ പിയോണി വേണ്ടവർ സ്റ്റാർട്ടിംഗ് പ്രൈസ് 50 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 50, 80, 100, 130, 150, 200, 230. 230യുടെ ഒക്കെ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ. നമുക്ക് 2ആയിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ട്യൂബേഴ്സാണ്. അടുത്ത വെറൈറ്റി Q133.
ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു ട്യൂബറാണുള്ളത്. 200 റുപ്പീസാണ് റേറ്റ്. അടുത്തത് D9. ഒരു നല്ല ഡാർക്ക് കളറിൽ വിരിയുന്ന ഫ്ലവർ, അതിൻ്റെ സീഡ് പോഡ്. എനിക്ക് അതിൻ്റെ സീഡ് പോഡിൻ്റെ കളറാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടം. നല്ല ഗ്രീൻ കളറിലാണ് വരിക. അപ്പോൾ ഗ്രീനും ഡാർക്ക് ഒരു റെഡിൻ്റെ ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. അപ്പോൾ D9 ഒരു ട്യൂബറേ ഉള്ളൂ. ഇതിൻ്റെ ട്യൂബർ റേറ്റ് 200 ആണ്. പിന്നെ ഉള്ളത് ന്യൂ സ്റ്റാറിൻ്റെ ഒരു ട്യൂബറാണുള്ളത്. ഇതിൻ്റെ ട്യൂബർ റേറ്റ് 150. പിങ്ക് ജുപ്പിറ്റർ. ഇത് ഒരു ചെറിയ ട്യൂബറാണെങ്കിൽ നല്ല തടിച്ച ട്യൂബറാണ് കേട്ടോ. നീളം കുറവാണെങ്കിൽ നല്ല തടിച്ച ട്യൂബറാണ്. ഇതിൻ്റെ ഒരേ ട്യൂബറേ ഉള്ളൂ. ട്യൂബർ റേറ്റ് 100. അടുത്ത വെറൈറ്റി ഗരുഡ. അതൊരു പുതിയ വെറൈറ്റിയാണ്. കാണാനൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂബറുണ്ട്. അപ്പോൾ ട്യൂബർ റേറ്റ് 200, 250. അടുത്തത് സുഭദ്രയുടെ ട്യൂബർ റേറ്റ് 150, 200. പിന്നെ നമുക്ക് വരുന്നത് ഇലിയാങ് 1000 പെറ്റൽ എന്ന് പറയുന്നൊരു സഹസ്രദളം ഇനത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂബറുണ്ട്. ട്യൂബർ നല്ല വലിയ ട്യൂബറാണ്. ട്യൂബർ റേറ്റ് 250 ആണ് കേട്ടോ. അടുത്തത് നമുക്ക് വരുന്നത് ബൗൾ വെറൈറ്റിയായ ആൽമണ്ട് സൺഷൈൻ. ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഒത്തിരി പൂക്കൾ നമ്മൾ വലുതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബൗൾ വെറൈറ്റി ആണെങ്കിലും ഫ്ലവർ സൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും. നമുക്ക് തന്നെ ഡൗട്ടായി പോകും ഇത് ബൗളാണോ എന്നുള്ളത്. അത്ര നല്ല വലിപ്പത്തിലൊക്കെ വരും കേട്ടോ നമ്മൾ വലുതിൽ വെക്കുമ്പോൾ. അപ്പോൾ ഒരേ സമയം ഒത്തിരി പൂക്കൾ തരും ബൗൾ വെറൈറ്റി ആകുമ്പോൾ. അപ്പോൾ ആൽമണ്ട് സൺഷൈൻ്റെ റേറ്റ് വന്നിട്ട് 150, 200. അടുത്തൊരു വെറൈറ്റി വെള്ളസുന്ദരിയാണ്, കുടമുല്ല. ഇതിൻ്റെ ട്യൂബർ റേറ്റ് 180, 200. 2 ട്യൂബർ മാത്രമാണുള്ളത്. അടുത്ത വെറൈറ്റി മഞ്ഞയിൽ തന്നെ യെല്ലോ പിയോണിയുടെ അതേപോലത്തെ തന്നെ ഇച്ചിരി വേറൊരു രീതിയിൽ വിരിയുന്ന ഒരു കളറുള്ള വെറൈറ്റിയാണ്. ഗോൾഡ് ആപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട്. ട്യൂബർ റേറ്റ് 120, 150, 180. അടുത്ത വെറൈറ്റി സൂപ്പർ പിങ്ക്. ഇത് പിങ്കിൽ മിക്സ്ഡ് കളറില്ലാത്ത സിംഗിൾ പിങ്ക് കളറിലുള്ള ഒരു നല്ലൊരു സുന്ദരിയാണ്. ഇതിൻ്റെ ഷേപ്പാണ് കേട്ടോ, പെറ്റൽ അറേഞ്ച്മെൻറ്റ് ഷേപ്പാണ് ഒരുപാട് എനിക്കിഷ്ടമായത്. നല്ല ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഷേപ്പാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട്. ട്യൂബർ റേറ്റ് 120, 150, 180. അടുത്ത വെറൈറ്റി തമോ പേരെല്ലാവർക്കും അറിയാം. നല്ല വലിപ്പമുള്ള ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ്. ഇതൊക്കെ ആദ്യകാലങ്ങളിലെ സുന്ദരികളാണ് കേട്ടോ. എപ്പോഴും നമുക്കിതിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലവർ പിക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരും. അറിയാവുന്ന നട്ട് വളർത്തിയ ആൾക്കാർക്ക് അറിയാം. നല്ല ഒരു വെറൈറ്റിയാണ്. ഒത്തിരി പെറ്റൽസ് ഉള്ള വെറൈറ്റിയാണ്. അപ്പോൾ തമോയുടെ ഒരു ട്യൂബറേ ഉള്ളൂ. ട്യൂബർ റേറ്റ് 150 ആണ്. അടുത്തത് ഭീമും ഈ തമോനെ പോലെ തന്നെയാണ്. ഒത്തിരി പെറ്റൽസ് ഉള്ള വെറൈറ്റിയാണ്. ഭീം തമോനേക്കാളും ഒക്കെ നല്ല പുതിയ വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ പുതിയതല്ലെങ്കിൽ ഒരു മീഡിയം തരം അങ്ങനെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂബറേ ഉള്ളൂ. ട്യൂബർ റേറ്റ് വന്നിട്ട് 200. അപ്പോൾ നമ്മുടെ വീഡിയോ വളരെ വളരെ ലെങ്തി ആണ് ഇന്ന്. എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ടതിൽ വെച്ച് ഇത്രയും ലെങ്തി വീഡിയോ ആയിട്ടില്ല. അപ്പോൾ 25 ഐറ്റംസ് 25 ഐറ്റംസ് നമുക്കിന്ന് ട്യൂബേഴ്സ് ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ. എന്നാലും നമ്മൾ ഓടിച്ചോടിച്ച് പോയി. അപ്പോൾ ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ല എങ്കിൽ ദയവായി ക്ഷമിക്കുക. കാര്യം ഇത്രയും ലെങ്ത് എടുത്തു വീഡിയോയ്ക്ക്. നമുക്കൊക്കെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരേ വീഡിയോ ഒരുപാട് നേരം കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ക്ഷമയില്ല, അതിനുള്ള സമയവും ഇല്ല. എല്ലാവർക്കും ജോലിയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും വീട്ടിൽ വരുമ്പോൾ ആ ഒരു സ്ട്രെസ് റിലീഫ് ആവാൻ വേണ്ടി നമുക്ക് സമയം കിട്ടില്ല, അതൊക്കെ അറിയാം. എന്നാലും ഇത്രയും വെറൈറ്റീസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ലെങ്തി ആയിപ്പോയത് വീഡിയോ. അതിൽ ദയവായി ക്ഷമിക്കുക. അപ്പം നമ്മുടെ സർവീസ് 3 സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പോസ്റ്റ്, പ്രൊഫഷണൽ, DTDC. ഈ 3-ൽ ഏതാണോ നിങ്ങൾക്ക് സൗകര്യപ്പെടുക അത് അറിയിച്ചാൽ അതേ സർവീസ് തന്നെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ട്യൂബർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീക്കെൻഡിലും അയക്കാറുണ്ട്. സൺഡേ ഒരു ദിവസം ലീവ് വരുന്നുണ്ടെങ്കിലും ട്യൂബർ നല്ല ഹെൽത്തി ട്യൂബർ ആകുമ്പോഴേക്കും നമുക്കൊരു കുഴപ്പം വരുന്നില്ല. അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് ട്യൂബർ അയക്കും. അടുത്ത ആഴ്ചയിൽ എന്ന് വെച്ചാൽ ദീപാവലി ടൈം ആയതുകൊണ്ട് പിന്നെ
അത് നോക്കിയിട്ടേ അയക്കുള്ളൂ. കാര്യം നിങ്ങൾക്കും സേഫായിട്ട് കിട്ടണം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് വിറ്റഴിച്ച് പോവുക അതല്ല, നിങ്ങൾക്ക് മോശമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കിട്ടുമ്പോൾ മോശമായി കഴിഞ്ഞാൽ കേട്ടോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. കാര്യം DTDC ഡിലേ ആണെങ്കിൽ പോലും നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സർവീസ് ഡിലേ വരുമ്പോൾ നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ കുറ്റമല്ല, അയച്ചാൽ ഞങ്ങളുടെ കുറ്റമല്ല. കാര്യം ഈ വഴിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് മാക്സിമം ഇങ്ങനെ ഞാനപ്പം തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. DTDCന്ന് ഏത് സർവീസാണോ ചെയ്യുന്നത് അവിടുന്ന് റിസിപ്റ്റ് വരുമ്പോഴത്തേക്കും ഞാനത് അപ്പം തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന്. കാര്യം എനിക്ക് അഥവാ ഒത്തിരി ആകുമ്പോൾ മറന്നു പോയാലും അവർ സ്വയം ട്രാക്ക് ചെയ്തു കൊള്ളുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അപ്പം തന്നെ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഒത്തിരി സമയമായി. നിങ്ങൾ ഇതുവരെയും കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.